ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് എൻ്റെ അച്ചുക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, 4ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചത് അംഗൻവാടിയിലൊക്കെ ക്രയോൺസ് ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിലൊന്നും അവൻ്റെ ഫോട്ടോ ഉള്ള ഒരു ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാനൊരു ചെറിയ രീതിയിൽ ഞാൻ ഫോണിൽ ഒരു കാർഡ് പോലെ ആക്കി, എന്നിട്ട് ഞാൻ അതൊന്ന് പ്രിൻ്റ് എടുത്ത്. അപ്പോൾ അംഗൻവാടിയിൽ 11 കുട്ടികളാണ് ഉള്ളത്, അതിനനുസരിച്ചിട്ടൊന്ന് എടുത്തതാണ്. അപ്പോൾ അതിന് ശേഷം വീട്ടിലൊന്ന് തലേന്ന് ചെറുതായിട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഒരുക്കങ്ങളൊക്കെ നടത്തി. പിന്നെ അന്ന് രാത്രി അവൻ ഉറങ്ങിക്കഴിഞ്ഞേരം ഞാൻ ആ ക്രയോൺസിൽ ഈ ഫോട്ടോസ് ഒട്ടിക്കലാണ്. ക്രയോൺസും മഞ്ചുമാണ് ഓരോ കുട്ടികൾക്കായിട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഫോട്ടോസുള്ള ക്രയോൺസിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചെടുക്കുന്ന പരിപാടിയിലാണ് കേട്ടോ ഇപ്പോൾ. കാരണം അവൻ ഉറങ്ങിയാലേ ഇതൊക്കെ നടക്കും. അതിനു മുമ്പ് ഞാൻ വാതിലടച്ചിരുന്നിട്ടൊക്കെ കുറച്ച് ചെയ്തു, ബാക്കി ഞാൻ അവൻ ഉറങ്ങിയിട്ടാണ് ചെയ്യുന്നത്. കാരണം കണ്ടു കഴിഞ്ഞാൽ അവൻ ഇതൊന്നും ബാക്കി വെക്കില്ല, തെച്ചു ക്രയോൺസൊക്കെ എടുത്ത് നാശകോശാക്കും. പിന്നെ ചോക്ലേറ്റൊക്കെ പറയണ്ടല്ലോ, ഒറ്റയടിക്കെല്ലാം തിന്ന് തീർക്കും. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കളർ പ്രിൻ്റ് എടുക്കാമായിരുന്നു ഞാൻ, പിന്നെ ഷോപ്പിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റേ ഉള്ളൂ, ഞാൻ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇത്രയാണ് ഞാൻ പാക്ക് ചെയ്ത ഐറ്റംസ്. ഞാൻ ഒന്ന് പാക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് സാധനം ഇല്ലായിരുന്നു, രാവിലെ വാങ്ങിച്ചിട്ട് വേണം ഇനി അത് പാക്ക് ചെയ്യാൻ. അപ്പോൾ ടീച്ചർമാർക്ക് മുട്ടായി മാത്രമാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ അതാ ഇങ്ങനെ 4th ബർത്ത്ഡേ എന്നെല്ലാം വേണ്ടി ജസ്റ്റ് ഒരു ഇതാക്കിയതാണ്. എൻ്റെ ഒരു ചെറിയ ആഗ്രഹം ഒന്ന് നിറവേറ്റിയതേ ഉള്ളൂ. നമ്മളെ കൊണ്ട് കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാം എന്ന് വിചാരിച്ച്. അപ്പോൾ പിറന്നാളിന് അംഗൻവാടി പോയിട്ട് വന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കേക്ക് മുറി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് അച്ഛൻ്റെയും അമ്മേൻ്റെയും വക ഒരു കേക്ക് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു ഇങ്ങ് വരാനുള്ളൊരു ബുദ്ധിമുട്ട്, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വരാൻ രാത്രി വരാനുള്ളൊരു ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു അവിടെ നിന്ന് നമ്മളൊരു കേക്ക് മേടിച്ചിട്ട് അവിടെ നിന്ന് മുറിക്കാം. അപ്പോൾ അച്ചാച്ചൻ്റെ അമ്മേൻ്റെയും വകയാണ് കേട്ടോ ഈ കേക്ക്. അവരെ വക പിന്നെ ഡ്രസ്സൊക്കെ തന്നിരുന്നു, അത് വേറെ. ഇത് കേക്ക് അവരെ വക. ഇപ്പം ചെറിയൊരു കുറച്ച് ബിരിയാണിയൊക്കെ ആക്കിയിരുന്നു ഉച്ചക്ക് കഴിക്കാൻ. അപ്പോൾ ഏട്ടൻ്റെ മോളും ഏട്ടൻ്റെ വൈഫും ഒക്കെ വന്നിരുന്നു. അപ്പോൾ എല്ലാവർക്കും കേക്ക് മുറിച്ചു. പിന്നെ ആര്യതിൻ്റെ ചങ്ങായിമാരുണ്ടായിരുന്നു 2-3 ആൾ. വൈകുന്നേരം ആയതുകൊണ്ട് സ്കൂൾ വിട്ടിട്ട് അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവർക്കും കൊടുത്ത്. പിന്നെ വേറെ പുറത്തുനിന്ന് ആരും ഇല്ലായിരുന്നു. പിന്നെ നമ്മളെ ഡാൻസിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവൾ പ്രാക്ടീസിന് വന്ന സമയത്തായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ കുറിയും കൂടെ കഴിഞ്ഞിട്ട് പോകാമെന്ന്. അപ്പോൾ ബാക്കി എല്ലാവരും അപ്പോഴേക്ക് കഴിഞ്ഞ് പോയിരുന്നു. അപ്പോൾ അവൾ മാത്രം ഒറ്റക്കായിരുന്നു. അപ്പോൾ ഓൾക്കൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു വരാൻ. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്കും കേക്കൊക്കെ വായിൽ വെച്ച് തന്നു. മോന് പിന്നെ ഇത് കേക്ക് മുറിക്കുന്നതിലിടക്ക് അത് തിന്നാനുള്ളൊരു എന്താ പറയണ്ട ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. എല്ലാവർക്കും കൊടുക്കുന്നതിന് മുന്നേ ഓൻ കുറച്ചായിട്ട് തിന്നുന്നുണ്ട്. അപ്പോൾ മുറിക്കുന്നതിന് കണക്കായിട്ട് ഓരോ വായിലേക്കും പോകുന്നുണ്ട് കേക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാനും ഒരു കഷ്ണമൊക്കെ വാങ്ങിച്ചു. അപ്പോൾ വീട്ടിലെ പരിപാടി ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ നേരെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്നു. അവിടുത്തെ പരിപാടിയൊക്കെ തുടങ്ങി. ഭക്ഷണമൊക്കെ വന്നിട്ടാണ് ഭക്ഷണമൊക്കെ ആക്കിയത്. ഈവനിങ് ആയിരുന്നു അവിടുത്തെ പരിപാടി. അപ്പോൾ ഹസ്ബൻഡ് കുറച്ച് നേരത്തെ വന്നിരുന്നു. അപ്പോൾ കേക്കൊക്കെ ആയിട്ട് വന്നു. കേക്ക് ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വകയായിരുന്നു കേട്ടോ ഈ കേക്ക്. അപ്പോൾ അതാ മുറിക്കാൻ ആൾ റെഡി ആയിട്ട് നിൽക്കലാണ്. നമ്മൾ പിന്നെ ഭക്ഷണം ഫുൾ ബിരിയാണിയാണ് വെക്കുന്നത്. ഫുൾ തയ്യാറാകുന്നതിന് നടുക്കൊന്ന് കേക്ക് മുറിച്ചു. അപ്പോൾ അതാ അങ്ങനെ. അപ്പോൾ കേക്ക് മുറിക്കുമ്പോൾ മൂപ്പർക്ക് ചെറിയ നാണൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഊതാണ്ടാണ് കേക്കൊക്കെ മുറിച്ചത് കേട്ടോ. മെഴുകുതിരി ഊതാൻ മറന്നുപോയി. എപ്പോഴെങ്കിലും എന്തെങ്കിലും ആയിട്ട് നമ്മൾ മറന്നു പോകും കേട്ടോ, അത് സ്വാഭാവികമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കേക്ക് മുറിയും കഴിഞ്ഞു. അപ്പോൾ ഓന് ആകെ നാണം വന്നിട്ട് ഇതൊക്കെ തൊപ്പിയൊക്കെ താത്ത് പിടിക്കുന്നുണ്ട്, എല്ലാവരും നോക്കുന്ന ഒരു നാണം കൊണ്ട്. ഇത്ര നാണമുള്ള കുട്ടിയൊന്നും അല്ല കേട്ടോ, ഇന്നെന്തോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുറച്ച് നാണം വന്നു പോയെന്നേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും വായിലൊക്കെ വെച്ച് കൊടുത്തു. അവൻ്റെ വായിൽ ആദ്യം വെച്ച് കൊടുത്തു, പിന്നെ അച്ഛൻ്റെ വായിൽ വെച്ച് കൊടുത്തു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഓരോ പീസുകൾ കൊടുത്തു കേട്ടോ. അവനെ ചോക്ലേറ്റാണെന്ന് ചോദിച്ചിട്ട് ആ ക്യാൻഡിലെടുത്ത് തിന്നാൻ പോയതാണ്. ഭയങ്കര ഇഷ്ടമാണ് കേക്ക്, ചോക്ലേറ്റൊക്കെ. ആദ്യമൊന്നും മധുരത്തോടൊരു താല്പര്യമില്ലായിരുന്നു, മുട്ടായി ഒന്നും കഴിക്കാത്ത ആളായിരുന്നു. ഇപ്പം മുട്ടായി, കേക്ക്, ഐസ്ക്രീംസ്, മധുരത്തോട് ഭയങ്കര താല്പര്യം കാണുന്നു. അപ്പോൾ ഓൻ എന്തെല്ലാം അതിലടക്കം അവിടെ ബിക്കിര പണിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ സിസ്റ്ററും കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ സിസ്റ്ററും കുട്ടികളും പിന്നെ ഹസ്ബൻഡിൻ്റെ മൂത്തേൻ്റെ ചേട്ടന്മാരുണ്ടായിരുന്നു 2 ആൾ. പിന്നെ അപ്പുറത്തെ മൂത്തേൻ്റെ മോനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് എണ്ണിത്തിട്ടപ്പെടുത്തിയ കുറച്ച് ആൾക്കാർ. പിന്നെ ഹസ്ബൻഡിൻ്റെ ചങ്ങായി ഉണ്ടായിരുന്നു. നമ്മൾ ആരോടും പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടന്മാരോടെല്ലാം ജസ്റ്റ് ഇങ്ങനെ കണ്ടവരുണ്ടെന്ന് പറഞ്ഞാണ്. പിന്നെ ചേട്ടന്മാർ തന്നെ എന്താ ആവശ്യത്തിനും വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനും കേക്ക് വാങ്ങി. അവന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കേക്ക് കണ്ടാൽ തിന്നതാ, എങ്ങനെ ഏത് ഗ്യാപ്പിലൂടെ തിന്നാന്ന് ഓൻ ആലോചിക്കുന്നത്. ആ ഗ്യാപ്പിലും ഓനത് തിന്നത് കത്തിയൊക്കെ എടുത്തിട്ടാണ് തിന്നുന്നത് കേട്ടോ. അത്രയ്ക്ക് കൊതിയനായി മാറി ഇപ്പോൾ. അപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നതിന് ഇടയ്ക്ക് അവനത് തിന്നാനാണ് നോക്കുന്നത്. അപ്പോൾ
എല്ലാവർക്കും ഓരോ പീസ് മുറിച്ചങ്ങ് കൊടുത്തു. സാധാരണ എപ്പോൾ നടക്കുന്ന പോലെ തന്നെ. പിന്നെ നമ്മളെല്ലാം കൂടെ അത് പീസാക്കിയിട്ട് എല്ലാവർക്കും പ്ലേറ്റ് കൊടുത്തു. അതേ പിന്നെ നടക്കും തോന്നി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സിസ്റ്റർ ഉണ്ടായിരുന്നു, സിസ്റ്റർ മക്കളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും എല്ലാം കൊടുത്തു. എന്താ സിസ്റ്റർ മോനാണ്, ഇവനാണ് ഇവൻ്റെ പ്രിയപ്പെട്ട ആൾ കേട്ടോ. ഇവർ രണ്ടാളും ഏറെ ഏജ് എന്നല്ല, 2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ സിസ്റ്ററെ വക, കുട്ടികളെ വക അവരൊരു ഗിഫ്റ്റ് കൊണ്ടാന്നിരുന്നു. അപ്പോൾ അത് അവർ കൊടുക്കുമെന്ന്. അപ്പോൾ കേക്ക് കൊടുക്കുന്നതിൻ്റെ തിരക്കിൽ അവൻ ആ ഗിഫ്റ്റ് ബോക്സ് ശ്രദ്ധിച്ചില്ല. പിന്നെ ഇപ്പുറം വന്നാൽ ഗിഫ്റ്റ് കൊടുത്തു. ചേച്ചി ഷൂ ആണ് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഷൂ ആണ്. ആ ഷൂവിൻ്റെ ഫോട്ടോ ഞാൻ പിന്നെ ലാസ്റ്റ് ഇടാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും കേക്ക് കൊടുക്കാൻ ബാക്കിയുള്ള എല്ലാവർക്കും കൊടുത്തു. അമ്മമ്മക്കും അച്ചാച്ചനൊക്കെ കൊടുത്തില്ലായിരുന്നു. അവൻ തിന്നുന്ന തിരക്കിലായിപ്പോയി. അപ്പോൾ എല്ലാവർക്കും ഓരോ പീസ് വെച്ച് കൊടുത്തു. ഇത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണ പരിപാടിയിലേക്ക് പോയി. ഇതാണ് കേട്ടോ സിസ്റ്റർ കൊടുത്ത ഷൂ. ഇത് കുറച്ച് അളവ് ചെറുതായിപ്പോയി. എൻ്റെ ചേച്ചി മാറ്റിയിട്ട് പിറ്റേന്ന് ഒരു വൈറ്റ് ഷൂ കൊണ്ട് തന്നിരുന്നു. അപ്പോൾ അതാ കണ്ടോ, ബിരിയാണിയിലേക്ക് കഴിക്കുന്നു. ഒരുമയുണ്ടെങ്കിലും ഒലക്കേമ്മൽ ഇരിക്കാമെന്ന് പറഞ്ഞാലും ഒരു പ്ലേറ്റിലും കഴിക്കാം. അപ്പം നമ്മൾ സംസാരമൊക്കെ മുറക്ക് നടക്കുന്നുണ്ട്, അതിലിടക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നമ്മൾ സംസാരിച്ച് ഒരുപാട് സമയം ഇരുന്നിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിച്ചത്. പണ്ടത്തെ കഥകളൊക്കെ അയവിറക്കിയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. എല്ലാവരും ഒത്തുകൂടുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. അത് കഴിഞ്ഞ് സിസ്റ്ററൊക്കെ അടിച്ചു വരലുണ്ട്. നമ്മളിത് ഇതിന് വേണ്ടി എടുത്ത വീഡിയോ അല്ല, ഒരു വാര വെക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ഇടുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ബർത്ത്ഡേ ആഘോഷം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.